കാന്തപുരത്തിൻ്റെ ഒരു ആത്മകഥ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രത്യേകം ചേകന്നൂർ മൗലവി വധത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം തന്നെയുണ്ട്. അതിൽ മാഷിനെക്കുറിച്ച് ഒരു പരാമർശമുണ്ട്. മാഷ നിരന്തരമായി ലേഖനങ്ങൾ എഴുതി കാന്തപുരത്തെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായി എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ ടെലിവിഷൻ കാണുന്ന ആളുകൾക്ക് ചേകനൂർ കേസ് എന്താണെന്ന് അറിഞ്ഞൂടായിരിക്കും. കാരണം 1993 10-30 കൊല്ലം കഴിഞ്ഞു പോയി. അപ്പോൾ മത കർമ്മശാസ്ത്രത്തെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ചേകനൂർ ഇവിടുത്തെ യാഥാസ്ഥികന്മാർ തമ്മിൽ. അപ്പോൾ 93 ജൂലൈ 29 അദ്ദേഹത്തെ അവർ തട്ടിക്കൊണ്ടുപോയിട്ട് അത് അന്നൊക്കെ വാർത്ത വന്നിരുന്നത് മൗലവിയുടെ തിരോധാനം എന്നാണ്. അപ്പോൾ അടുത്ത ആഗസ്റ്റ് 15 സാക്ഷാൽ ഈ മൊയ്തു മൗലവി തൃശ്ശൂരിൽ കെ കരുണാകരനെ കണ്ട്, അന്ന് മുഖ്യമന്ത്രി കെ കരുണാകരനാണ്, അദ്ദേഹം നിവേദനം കൊടുക്കുന്നുണ്ട് 17 ദിവസം കഴിഞ്ഞപ്പോൾ. എന്താണ് അത്? CBI ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാദ്യം മൗലവിയുടെ നാട്ടുകാരനും പിന്നെ ഒരു ബന്ധുവൊക്കെയാണ് ചേകനൂർ. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സാമ്പ്രദായിക മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് മൊയ്തു മൗലവി. ചേകനൂർ മൗലവി അങ്ങനെയല്ല. പക്ഷേ ചേകനൂർ മൗലവിയുടെ ആദ്യ ഭാര്യ മൊയ്തു മൗലവിയുടെ ഒരു ബന്ധുവാണ്. വിഷയമൊന്നുമല്ല, അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര പ്രവർത്തകനാണ് മൊയ്തു മൗലവി. അദ്ദേഹമാണ് അത് തുടങ്ങുന്നത്, ഞാനല്ല. പക്ഷേ അന്ന് പിന്നെ ക്രൈംബ്രാഞ്ചിന് വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് 108-ാം വയസ്സിലാണ് മൗലവി ഇറങ്ങുന്നത്. 2 വർഷം കഴിഞ്ഞ് മൗലവി മരിച്ചുപോയി, ഈ മൊയ്തു മൗലവി. തീർച്ചയായിട്ടും ഞാനതിൽ ധാരാളം ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത ജോലി ചേകനൂർ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം അദ്ദേഹത്തെ തിരോധാനം എന്ന് പറഞ്ഞാൽ ഞാനത് ചെന്ന് അന്വേഷിച്ചു. ഞാനൊരു ഭാഷാഭൂഷൺ ലേഖനമൊക്കെ എഴുതിയിരുന്നു, ഞാൻ പലയിടത്തും പ്രസംഗിച്ചിരുന്നു, ഞാനതിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഉറപ്പ് തന്നെയാണ്. അതായത് ആ കേസ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 17 കൊല്ലം നടന്നു. അതിലെ പ്രധാന പ്രവർത്തകൻ ഞാൻ തന്നെയായിരുന്നു. ഞാനാണ് ലേഖനങ്ങൾ അത് എഴുതിയത്. പക്ഷെ അതിലൊരിക്കലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പ്രതിയാക്കണം എന്ന് ഞാൻ പറയുകയോ ഭാവിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അതിലെ പ്രതികൾ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ CBI എന്നെ വിചാരണ ചെയ്തിരുന്നു. ഞാൻ അവിടെ പറഞ്ഞത് അത് ആരാന്ന് ഞാനത് ആ ആളെ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അയച്ചു തന്ന 2 പേജേ ഞാൻ വായിച്ചിട്ടുള്ളൂ, കാന്തപുരത്തിൻ്റെ ആത്മകഥ. അതിലിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനതിലെ പ്രതികളെ പിടികൂടാൻ വേണ്ടി കഴിയുന്നത്ര ജോലി ചെയ്തിട്ടുണ്ട്. സത്യമാണത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത പ്രധാനപ്പെട്ട ഒരു പണി അതാണ്. കാരണം മതത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരാൾക്ക് ജീവിക്കാൻ അർഹതയില്ല എന്ന് വന്നാൽ അത്തരം ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഇല്ലാതെയായിപ്പോവും. അപ്പം മരിച്ചുപോയ ചേകനൂരിൻ്റെ നീതിക്ക് വേണ്ടിയാണ് ഞാൻ പൊരുതിയത്. ഞാൻ ചേകനൂരിൻ്റെ സുഹൃത്തായിരുന്നു, അല്ല ഞാൻ അദ്ദേഹത്തിന് അനുയായിയല്ല. ഞാനൊരു മതം അനുഷ്ഠിക്കുന്ന ആളല്ല. ചേകനൂർ മതം അനുഷ്ഠിച്ചിരുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് ആ മരണപ്പെട്ടു പോയ ആ മനുഷ്യൻ്റെ നീതി, അദ്ദേഹം സംസാരിക്കാനുള്ള അവകാശം, അതിനുവേണ്ടി ഞാൻ പൊരുതിയത്. അതൊരു ജനാധിപത്യ അവകാശമാണ്. ഞാനത് ഒരു പൗരാവകാശ പ്രശ്നമായിട്ടാണ് കണ്ടത്. എനിക്ക് കാന്തപുരത്തിനോട് അന്നോ ഇന്നോ ഒരു വിരോധമില്ല. കാരണം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ നല്ലതോ ചീത്തയായ ഒരു ബന്ധവുമില്ല. പിന്നെ ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 12 പേര് 2000-ലാണ് അറസ്റ്റ് തുടങ്ങിയത്. ആ 12 പേരും അദ്ദേഹത്തിൻ്റെ മർക്കസുമായിട്ട് നേരിട്ട് കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ ബന്ധമുള്ള ആളുകളായിരുന്നു. അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം. അല്ല, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പേരെവിടെയും പറഞ്ഞിട്ടില്ല. അല്ല, ആ കേസിൽ 34 സാക്ഷികളുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. അതിൽ 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും കാലുമാറി. സാക്ഷി കൂറുമാറിയ കേസ് ശിക്ഷിക്കാൻ കഴിയില്ലോ. എന്നിട്ടും ഒരാളെ ശിക്ഷിച്ചു, ഇരട്ട ജീവപര്യന്തത്തിന് ഒരു പ്രതിയെ. അത് തന്നെ 2018 നിന്ന് എൻ്റെ ഓർമ്മ വിട്ടുപോയത്. അപ്പോൾ അതിലിപ്പം നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. കാരണം അത് CBI ഏറ്റെടുക്കുന്ന ആദ്യത്തെ സമരം. അതിലൊക്കെ ഞാൻ പല ആളുകളുണ്ട്, പൗരാവകാശ പ്രവർത്തകരൊക്കെ ഉണ്ട്. കാര്യമായി രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നിയമസഭയിൽ ഒരിക്കലും ആ പ്രശ്നം വന്നിട്ടേ ഇല്ല. നിയമസഭയിൽ ഈ ഏതാണ്ട് 20 കൊല്ലത്തോളം സമരം നടന്നിട്ട് കേരള നിയമസഭയിൽ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ള ഒരു മെമ്പർ പോലും എണീറ്റിട്ട് സ്പീക്കറോട് സർ എന്താണ് ഈ കേൾക്കുന്നത്, 18 പുസ്തകങ്ങൾ എഴുതിയ 25 കൊല്ലം പത്രം നടത്തിയ പരിഷ്കരണവാദിയായ മലബാറിലെ ഒരു മതപണ്ഡിതനെ കാണാനില്ല എന്ന് പറയുന്നു, എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടില്ല. വോട്ട് ബാങ്കിനെ പേടിച്ചിട്ട് ഞാനന്ന് 100 കത്തെഴുതിയതാണ്. ആദ്യത്തെ കത്തെഴുതി EMS-നാണ്. ആ കൂട്ടത്തിൽ ഇപ്പോൾ VS അച്യുതാനന്ദന് കത്തെഴുതിയിരുന്നു, പലർക്കും ET മുഹമ്മദ് ബഷീറിന്.
എനിക്ക് 2 ആളാണ് മറുപടി അയച്ചത്. ഒന്ന് EMS, അവൻ അദ്ദേഹത്തിൻ്റെ ശീലമാണ്. 2 ET മുഹമ്മദ് ബഷീർ. ഇവർ 2 എനിക്കൊരു ചെറിയ പരിചയം ഉണ്ടെന്നേ ഉള്ളൂ. EMS ആ EMSയുടെ മറുപടി, പ്രിയപ്പെട്ട കാരശ്ശേരി, കത്ത് കിട്ടി, നന്ദി. മൗലവിയുടെ പ്രശ്നം ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട് എന്നാ. അന്ന് മുഖ്യമന്ത്രി കെ കരുണാകരനാണ്. മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കത്ത് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ EMS ഒരു ലേഖനം എഴുതിയിട്ടില്ല. ദിവസം 2 ലേഖനം എഴുതുന്ന ആളാണ് EMS ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അന്ന് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഞങ്ങളെ സമരത്തിന് കിട്ടിയിരുന്നില്ല. എൻ്റെ ആ ലേഖനങ്ങളൊക്കെ സമാഹരിച്ചിട്ടാണ് ചേകനൂരിൻ്റെ രക്തം എന്നൊരു പുസ്തകം കോഴിക്കോട്ടെ പാപ്പിയോൺ അടിച്ചത്. അപ്പോൾ അതിൻ്റെ 2 പതിപ്പ് പാപ്പിയോൺ അടിച്ചു. അതിൻ്റെ 3-ാം പതിപ്പ് തൃശ്ശൂർ കറണ്ട് ബുക്സ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ അതിനകത്തുണ്ട്. അതിലെവിടെയും 2 വട്ടം CBI കാന്തപുരത്തിന് ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ കേസ് ഡയറി എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത ആ ഭാഗത്ത് അതിൻ്റെ ഡേറ്റും സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കാന്തപുരത്തിൻ്റെ പേര് ആ പുസ്തകത്തിൽ എവിടെയില്ല. എൻ്റെ ഒരു പ്രസംഗത്തിലും ഞാൻ പറഞ്ഞില്ല, ഏതാണ്ട് 20 കൊല്ലത്തോളം ആ വിഷയം പ്രസംഗിച്ച് നടന്ന ആളാണ് ഞാൻ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തെ സംശയിക്കുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. അത് ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് ആ പ്രതികളെ കണ്ടെത്തണം എന്ന് പറഞ്ഞു. പ്രതികളെ 2000 തൊട്ട് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തത് ലക്ഷദ്വീപിൽ നിന്നാണ്. CBIക്കാർ വേഷം മാറി അവിടെ ചെന്ന് അവിടുത്തുകാരായി നിന്ന് അങ്ങനെ അവർ കൂടെ വന്ന് എറണാകുളത്ത് ഇറങ്ങുമ്പോൾ അറസ്റ്റ് ചെയ്ത്. അപ്പോഴാണ് കവരത്തിയിലും ഈ കപ്പലിലും ഒക്കെ കണ്ടിരുന്ന ഈ സുഹൃത്തുക്കൾ CBI ഓഫീസർമാരാണെന്ന് ഇവർ അറിയുന്നത്. മനസ്സിലായോ? അറസ്റ്റൊക്കെ നടന്നു. പിന്നെ ആ കേസ് തേച്ചുമായ്ച്ച് കളയാൻ പലരും സഹായിച്ചിട്ടുണ്ട്. അതിൽ ആത്മാർത്ഥമായ ഒരു പിന്തുണ ഞങ്ങളുടെ ആ പൗരാവകാശ സമരത്തിന് കൃത്യമായി ഒരു പാർട്ടിയിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഏതെങ്കിലും നേതാക്കന്മാർ ഞങ്ങൾ പ്രസംഗിക്കാൻ വിളിച്ചാൽ വരും. അതിന് തെളിവാണ് ഞാൻ പറഞ്ഞത്. നിയമസഭയിൽ ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല. അത് എന്നും കേരളത്തിൻ്റെ പൗരാവകാശ ചരിത്രത്തിലൊരു നാണക്കേടായിട്ട് കിടക്കുന്ന അത്. ഒരു 56 വയസ്സുള്ള ഒരു അതെ അല്ല, അന്ന് ചേകനൂരിനെ കാണാതെയായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം എനിക്കൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ തോന്നിയത്, പലർക്കും തോന്നിയത്. കാരണം ചേകനൂരിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും അദ്ദേഹത്തെ പിന്തുടരുകയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള, പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ എത്രയോ ആൾക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ഇവിടുത്തെ യാഥാസ്ഥിതികതയുടെ മതമൗലികവാദത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയങ്ങളെ വെല്ലുവിളിച്ച ഒരാളാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നബിവചനം, നബിചര്യ എന്നൊരു മതപ്രമാണമേ ഇല്ല എന്ന് പറഞ്ഞ ആളാണ് ചേകനൂർ. മനസ്സിലായോ? അത് ഇവിടുത്തെ വളരെ കാരണം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന് 1-ാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആനായ ദൈവവചനമാണെങ്കിൽ 2-ാമത്തെ പ്രമാണം എന്ന് പറയുന്നത് നബിചര്യയായ ഹദീസാണ്. അത് ഇദ്ദേഹം അംഗീകരിക്കില്ല. പിന്നെ വേറെയുള്ളൊന്നും അംഗീകരിക്കില്ല. അപ്പോൾ അദ്ദേഹം നിസ്കാരം 3 നേരമെന്ന് പറഞ്ഞു. ഒരു ഉദാഹരണം പറയണേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നോമ്പ് 1 മാസം നോൽക്കേണ്ട ആവശ്യമില്ല, 7 ദിവസം നോറ്റാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പം ഞാനിതൊന്നും പറയുന്ന ആളല്ല. അതൊക്കെ പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് മതപരിഷ്കരണമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം എന്താണ്? മത അനുഷ്ഠാനങ്ങളുടെ പേരിൽ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ വരുന്ന ദുരിതം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞൊരു പെൺകുട്ടിക്ക് അവളുടെ ബാപ്പ മരിച്ചാൽ അവളുടെ സഹോദരന് കിട്ടുന്ന നേർപകുതി സ്വത്തേ കിട്ടുള്ളൂ അവൾക്ക്. മതം എന്ത് പറഞ്ഞു എന്നുള്ളത് പ്രശ്നമല്ല, എനിക്ക് പ്രശ്നമല്ല. എനിക്കെന്താ പ്രശ്നം? അതിലൊരു സാമൂഹ്യമായ അനീതി ഉണ്ട് എന്നുള്ളതാണ്. ഒരാൾക്ക് 4 വരെ പെണ്ണ് കെട്ടാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ശരിയല്ല. അത് നിരോധിക്കുകയോ വേണമെന്ന് ഞാൻ പറയും. എന്താ കാരണം? ഒരു സ്ത്രീക്ക് 4 ഭർത്താക്കന്മാരാവാമെന്ന് ഇവർ സമ്മതിക്കണില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സ്ത്രീ പുരുഷ സമത്വ ബോധം കൊണ്ടാണ് പറയുന്നത്. മൗലവി മതപരിഷ്കർത്താവാണ്. ഞാൻ പറയുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ പറ്റിയാണ്. ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു, അങ്ങനെ പല ബന്ധമുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, അദ്ദേഹത്തെ കൊന്നത് ആരാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിട്ടുപോയി. സാക്ഷികൾ കൂറുമാറിയപ്പോൾ പോയി. അതിൽ കാന്തപുരത്തിൻ്റെ പേര് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം അതിൽ പ്രതിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഗൂഢാലോചനയിൽ അദ്ദേഹം പ്രതിയാണോ എനിക്കറിയില്ല. എന്നോട് ഇപ്പോൾ അപ്പോഴൊക്കെ ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു അതറിയണം. അതറിയാനൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക്, ഒരു ജനാധിപത്യ വിശ്വാസങ്ങൾക്ക് എനിക്ക് അവകാശമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ഞാൻ 10 കൊല്ലം പ്രസംഗിച്ചതും
ലേഖനങ്ങൾ എഴുതിയതും ആ ലേഖനങ്ങൾ സമാരിച്ച് പുസ്തകമാക്കിയൊക്കെ